കണ്ടോ ഇവിടെ കംപ്ലീറ്റ് ഇൻ്റർലോക്കിൻ്റെ പരിപാടി നടന്നിട്ടുണ്ട് ഫുട്പാത്തിൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, ഇത് ഓടയുടെ അപ്പുറത്താണ് ഫുട്പാത്ത് വരുന്നത് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മേവറം തൊട്ട് കൊട്ടിയം വരെയുള്ള റോഡ് പണി കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. നമ്മളിപ്പോൾ മേവറത്താണ് നിൽക്കുന്നത്. മേവറത്ത് വരുന്ന അണ്ടർപാസിൻ്റെ പണി ഏകദേശം ഇത്രത്തോളം പൂർത്തിയായിട്ടുണ്ട്. ഒരു ഭാഗത്തേക്കുള്ള അണ്ടർപാസിൻ്റെ മേളിൽ ഗഡറും വെച്ച് അതിൻ്റെ മേളിൽ കോൺക്രീറ്റ് വർക്കൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇപ്പുറത്ത് അതേപോലെ അതിൻ്റെ പൈലിംഗ് വർക്ക് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ കുറച്ച് താഴ്ചയുള്ള പ്രദേശമാണ്, അവിടെ ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺക്രീറ്റ് വാൾ കെട്ടിപ്പൊക്കി മണ്ണിട്ട് ഉയർന്നുകൊണ്ടിരിക്കും. ഇവിടെ ഉടനെ പൈലിങ്ങിൻ്റെ പണിയൊക്കെ പൂർത്തിയായതാണ്, ഇനി മറ്റു പണി ഉടനെ തുടങ്ങുന്നുണ്ട്. ഇവിടെ നല്ല വിശാലമായ അണ്ടർപാസ്സാണ് കേട്ടോ മേവറത്ത് വരുന്നത്. നമുക്ക് കൊട്ടിയം കഴിഞ്ഞ് ഇത്തിക്കര വരെയുള്ള ഭാഗത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. മേവറത്തേക്ക് വരുമ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ച. ഇവിടെ ഇലക്ട്രിക് പോസ്റ്റൊക്കെ കുറച്ച് മാറ്റി സ്ഥാപിക്കാൻ ബാക്കിയുണ്ട് റൈറ്റ് സൈഡിൽ കണ്ടോ. ഇത് മുമ്പോട്ട് പണി നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്, നമുക്ക് പോയി കാണാം. അപ്പോൾ കൊല്ലത്ത് ഇഷ്ടംപോലെ പായസ കടകൾ വന്നിട്ടുണ്ട് കേട്ടോ. ചൂടത്ത് കഴിക്കാൻ പ്രത്യേക ഒരു ഫീലാണ്, മഴയത്ത് കഴിക്കാൻ പ്രത്യേക ഫീലാണ്. അതാണ് പായസത്തിൻ്റെ പ്രത്യേകത. നമ്മൾ മേവറം ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടുന്നാണ് ഉമയനെല്ലൂർ വരുന്ന ഒരു അണ്ടർപാസ്. ഇവിടുന്ന് റോഡ് ഇങ്ങനെ ഉയർന്നു പോവും. നമുക്ക് അതിൻ്റെ മേളിൽ കൂടെ വണ്ടി ഓടിച്ച് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. സൊമാറ്റോ വർക്ക് ചെയ്യപ്പം ഇവിടെ ബ്ലോക്കാകുമ്പോൾ ഞാൻ അതിൻ്റെ മേളിൽ കൂടെയാണ് വണ്ടി ഓടിച്ച് പോകുന്നത്. ചില സമയത്ത് അവർ ബ്ലോക്കാക്കിയിട്ട് അടച്ചിടായി. നമുക്ക് പോയി നോക്കാം. നമ്മളിപ്പോൾ മേവറം കഴിഞ്ഞ് ഉമയനെല്ലൂരോട്ട് പോകുന്ന ഭാഗമാണ്. ഇവിടെ ആറുവരി പാതയുടെ നിർമ്മാണം ഫസ്റ്റ് ലെയർ ടാറിങ്ങൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇതുവഴി വാഹനങ്ങളെയൊന്നും കടത്തി വിടുന്നില്ല, കാരണം അപ്പുറത്ത് ഉമയനെല്ലൂർ അണ്ടർപാസ്സാണ് ഉള്ളത്. അതിൻ്റെ പണിയൊക്കെ പൂർത്തിയായെങ്കിലും വാഹനങ്ങൾ കടത്തി വിട്ടിട്ടില്ല. ഞാൻ ഇതുവഴി ഇടയ്ക്ക് പോകാറുണ്ട്, നമുക്ക് പോയി നോക്കാം. അവിടെ ബ്ലോക്ക് അല്ലെങ്കിൽ നമുക്ക് കയറി അപ്പുറത്തിറങ്ങാം. ഇവിടെയൊക്കെ ഒരുപാട് ഗഡറുകളുണ്ടായിരുന്നു. ഈ ഗഡറുകളെല്ലാം കൊണ്ടുപോയി കൊട്ടിയത്ത് വരുന്ന മേൽപ്പാലത്തിൻ്റെ മേളിലുള്ള ഗഡറുകളെല്ലാം സ്ഥാപിച്ച് നമുക്ക് ആ വീഡിയോയിൽ കാണാം കേട്ടോ. കൊട്ടിയത്ത് ഒരു ഭാഗത്തെ മേൽപ്പാലത്തിൻ്റെ ഗഡറുകൾ സ്ഥാപിച്ചു. ഇവിടുന്നാണ് ഉമയനെല്ലൂർ അണ്ടർപാസ് ഇങ്ങനെ റോഡ് ഉയർന്നു വരുന്നത് ഇവിടുന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പണിയൊക്കെ പൂർത്തിയാകുമ്പോൾ അടിപൊളിയായിരിക്കും. ഒരു വിഷമം എന്ന് പറയുന്നത് ഉമയനെല്ലൂർ വരുന്ന ഒരു ചെറിയ അണ്ടർപാസ് ആയിപ്പോയി, ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലത്ത്. അത് മാത്രം കുറച്ച് വിഷമം ഉണ്ട്. ഇപ്പം ഞാൻ ബൈക്ക് ഇതുവഴിയാണ് ചില ദിവസമൊക്കെ ഓടിച്ച് പോകുന്നത്. താഴെ കൂടെ ഭയങ്കര ബ്ലോക്ക് ഉള്ളപ്പം ഇതുവഴി കയറി പോകും. പക്ഷെ ഇന്നിനി പോകാക്കൂല കേട്ടോ, അവരവിടെ ബ്ലോക്ക് ചെയ്ത് ചില ദിവസം അവർ തുറന്നിട്ടേക്കും. നമുക്ക് പോയിട്ട് തിരിച്ചു തരാം. അപ്പം ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ് കേട്ടോ. ഒരു ബൈക്ക് പോലും കിടക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുകയാണ്. ബൈക്കിന് ചിറ കൊണ്ടായിരുന്നെങ്കിൽ പറന്നു പോകാമായിരുന്നു. ഉമയനെല്ലൂർ ഇവിടുത്തെ ഭാഗത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ട് ഗൈസ്? പറയൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. നമ്മളങ്ങനെ ഓടി തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സർവീസ് റോഡ് വഴി കയറി പോവാം. നമ്മളെ സർവീസ് റോഡ് വളരെ വീതി കുറവാണ്. ഉണ്ടാവും ഒരു വലിയൊരു വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഓട്ടോറിക്ഷ പോലും കയറി പോകില്ല. ഒറ്റ വണ്ടി പോകാനുള്ള ഒറ്റ ഇതേ ഉള്ളൂ. പിന്നെ റോഡ് സൈഡിൽ വണ്ടി കാണാൻ പാർക്ക് ചെയ്താൽ പെട്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ട് വരും. കുറേ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ട്.
പാസും പാലങ്ങളെല്ലാം പെയിൻ്റടി അടക്കമാണ്. കല്ലും താഴത്ത് വരുന്ന അണ്ടർപാസ് പെയിൻ്റടി കഴിയാറായി. ഇവിടെയും ഇങ്ങനെ കുറച്ച് ദൂരത്തേക്ക് ഇവിടെ 6 വരി പാതയുടെ ഫസ്റ്റ് ലെയറിങ് ടാറിങ് പൂർത്തിയായി. ഇത് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നു അല്ലേ, വീഡിയോ ചെയ്തിട്ടുണ്ട്. കൊല്ലത്തുനിന്ന് കൊട്ടിയത്തോട്ട് വന്ന ഭാഗം ഇതുവഴിയും കൊട്ടിയത്തുനിന്ന് കൊല്ലത്തേക്ക് റൈറ്റ് സൈഡിലെ സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. കൊട്ടിയത്ത് വരുന്ന മേൽപ്പാലത്തിൻ്റെ പണി ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്, നമുക്ക് പോയി കാണാം. ഇപ്പം നിലവിലുള്ള റോഡാണിത്. ഇവിടുന്ന് നല്ല രീതിയിൽ ഉയർന്നിട്ടായിരിക്കും പുതിയതായിട്ട് റോഡ് വരുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് വെച്ച് കുറച്ച് ഡൗൺ ആയെങ്കിലും വീണ്ടും പണി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പിന്നെ പൊടിശല്യം സഹിക്കാൻ പറ്റത്തില്ല. പൊട്ടിയത്ത് ഭയങ്കര പൊടിയാണ്. ഞാൻ അതുകൊണ്ട് സൊമാറ്റോയിൽ പൊട്ടിയത്ത് നിൽക്കത്തേ ഇല്ല, നേരെ ഓടി കൊല്ലത്ത് കടന്നാണ് ഞാൻ സൊമാറ്റോ ഓടുന്നത്. പൊട്ടിയത് നിൽക്കാവൂല, മാതിരി പൊടിയാണ്, പൊടിയും ബ്ലോക്കും. സഹിക്കാൻ പറ്റൂലേ. അങ്ങനെ നമ്മൾ കൊട്ടിയത്ത് വരുന്ന മേൽപ്പാലത്തിൻ്റെ പണി, അതിൻ്റെ മേളിൽ ഗഡറുകളൊക്കെ എല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടാണ്. വളരെ ഫാസ്റ്റായിരുന്നു. 2-3 ദിവസത്തിനുള്ളിൽ 5 പിയറിൻ്റെ ഇടയിലും ഗഡറുകൾ സ്ഥാപിച്ചു. പിന്നെ അതിൻ്റെ ക്രോസ് ഗഡറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ ഗഡറുകളെല്ലാം സർവീസ് ക്രോസ് ഗഡറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ചെയ്ത് ഉടനെ തന്നെ അപ്പുറത്ത് പിയറിൻ്റെ വർക്ക് തുടങ്ങും കേട്ടോ. ഉടനെ തന്നെ വൈഡിങ് വർക്ക് തുടങ്ങും. ഭയങ്കര തിരക്കാണ്. സർവീസ് റോഡ് ആകത്ര ഈ കൊട്ടിയത്ത് ഈ പാലത്തിൻ്റെ അടിയിലൊക്കെ പാർക്കിംഗ് കാണുമായിരിക്കും അല്ലേ. കൊട്ടിയത്ത് വലിയ സീൻ വരത്തില്ല പാർക്കിംഗ്. കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കാഴ്ചകൾ കാണാം. റോഡ് പണി നിർമ്മാണത്തിൻ്റെ കാഴ്ചകൾ. ഇവിടെയൊക്കെ ഇപ്പോൾ ഈ ഇടയ്ക്കാണ് കേട്ടോ സർവീസ് റോഡ് ഈ ഇടയ്ക്കാണ് ഇവിടെ ടാർ ചെയ്തത്. ഈ വാഹനങ്ങൾ ഇതുവഴി കടത്തി വിടും. ഇവിടെയൊക്കെ റോഡ് നല്ല രീതിയിൽ ഉയരും. കാരണം ഇവിടെ അണ്ടർപാസ് വരുന്നതിന് മേൽപ്പാലം വരുന്നതിന് കൊണ്ട് ഇവിടെയൊക്കെ റോഡ് നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തണം. അപ്പോൾ വാഹനങ്ങൾ ഇതുവഴിയായിരിക്കും കടത്തി വിടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇങ്ങനെ റോഡ് റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. സർവീസ് റോഡ് ഇങ്ങനെ കംപ്ലീറ്റ് ഈ 1 മാസത്തിന് ഇവിടെ കംപ്ലീറ്റ് റെഡിയാവും കേട്ടോ. ഇപ്പം ടാർ ചെയ്തേക്കുന്നത് കണ്ടോ, ഇവിടെ റെമീസിൻ്റെ ഫ്രണ്ട് വരെ ടാർ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗോട്ടനെ തെറയും. ഇവിടെ 2-3 ദിവസത്തിനകം ടാർ ചെയ്യും. ഈ വാഹനങ്ങൾ കംപ്ലീറ്റ് ഇതുവഴി കിടത്തിവിടാനാണ് സാധ്യത. പണി ഇപ്പം കുറച്ച് ഫാസ്റ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 1-2 ആഴ്ചയായിട്ട് കൊട്ടിയത്ത് തകൃതിയായിട്ട് വർക്ക് നടക്കുകയാണ്. രാത്രിയും പകലും കംപ്ലീറ്റ് വർക്കാണ്. മഴ സമയത്ത് നല്ല രീതിയിലങ്ങ് ഡൗൺ ആയിരുന്നു വർക്ക്. അപ്പോൾ വീണ്ടും നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്, പണി തുടങ്ങിയിട്ടുണ്ട്. ഉടനെ നമുക്ക് കൊല്ലം ബൈപ്പാസിലെ കാഴ്ച കാണാം.
അവിടെയൊക്കെ പാലത്തിൻ്റെയൊക്കെ പണി നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കാഴ്ചകൾ നമ്മൾ ഉടനെ വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സർവീസ് റോഡ് വഴിയാണ് പോകുന്നത്. ഇവിടെ ലെവലായിക്കിട്ടുണ്ട്. ഒട്ടനെ തന്നെ ഇവിടെ ടാറിങ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, അതൊക്കെ ഉടനെ മാറ്റും കേട്ടോ. ഇതൊക്കെ കുറച്ച് ദിവസം കൊണ്ടാണ് സെറ്റാക്കിയത്. ഇത് മൈലക്കാട് ഇറക്കമാണ്. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ റോഡ് നിരപ്പായി വരാൻ വേണ്ടി താഴെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. പിയറിൽ വരുന്ന അണ്ടർപാസ്സാണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വർക്ക് കഴിഞ്ഞു, മറ്റേതിൻ്റെ പൈലിങ്ങും അതേപോലെ പിയർ ഗ്യാപ്പൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഉടനെ ഗഡറുകൾ സ്ഥാപിക്കുന്ന വർക്ക് തുടങ്ങുന്നല്ല. അതിൻ്റെ 3 ഗഡറുകളാണ് കേട്ടോ ഇതേ ഇവിടെ ഇരിക്കുന്നത്. ബാക്കി പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നാല് ഗഡറാണ് വരുന്നത് കേട്ടോ. ഒന്നതാണ്ട പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ വർക്ക് ഇപ്പോൾ സ്പീഡായിട്ടുണ്ട് കേട്ടോ. ഈ 2-3 ആഴ്ചയായിട്ട് ഇവിടെ കുറേ ദൂരത്തേക്ക് ഫുട്പാത്ത് ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒന്ന് കാണാം. കണ്ട ഇവിടെ ഇൻ്റർലോക്കിൻ്റെ പണി നടക്കുന്നുണ്ടോ? കണ്ട ഇവിടെ ഒരുപാട് ദൂരത്തേക്ക് ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇൻ്റർലോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ഇൻ്റർലോക്കിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇൻ്റർലോക്കിൻ്റെ ആ പരിപാടി കഴിയുമ്പോൾ നമ്മളെ റോഡ് ഈ രീതിയിലായിരിക്കും. ഞാൻ ആലോചിക്കുന്നത് ഇവിടെ വരുന്ന വെള്ളം ഈ ഓടയിലേക്ക് എങ്ങനെ കയറും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഓടയുടെ അപ്പുറത്താണ് ഫുട്പാത്ത് വരുന്നത് കേട്ടോ. കണ്ടോ ഇവിടെ കംപ്ലീറ്റ് ഇൻ്റർലോക്കിൻ്റെ പരിപാടി നടന്നിട്ടുണ്ട് ഫുട്പാത്തിൽ കേട്ടോ. അപ്പോൾ ഈ ഓട കഴിഞ്ഞുള്ള ഭാഗത്താണ് ഇതേപോലെ ഫുട്പാത്ത് വരുന്നതും. അവിടെ ഈ ഇൻ്റർലോക്കിൻ്റെ പരിപാടി കണ്ടോ. ഇവിടെ ഒരുപാട് ദൂരത്തേക്ക് ഇതേപോലെ ഇൻ്റർലോക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. കൊള്ളാം. അതിൻ്റെ ഇടയിൽ ഈ വർക്കും വളരെ ഫാസ്റ്റായിട്ട് കൊല്ലത്ത് നടക്കുകയാണ്. അപ്പുറവശവും കുറേ ദൂരത്തേക്ക് ഇതേപോലെ ഇൻ്റർലോക്ക് കണ്ട. അങ്ങ് വരെ പോയി കാണാം. ഇവിടം വരെ വന്നതല്ലേ. ഇവിടെയൊക്കെ വീതി കുറവാണ് കേട്ടോ ഫുട്പാത്തിന്. ഇവിടെ തീരെ വീതിയില്ല. കുറച്ച് വീതിയേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്തായാലും ഓടയുടെ മേളിലല്ല കേട്ടോ ഫുട്പാത്ത് വരുന്നത്. എന്തായാലും ഈ ഭാഗത്തുനിന്ന് ഓടയുടെ മേളിലല്ല. ഈ കാണുന്ന ഗഡറെല്ലാം ഇത്തിക്കര പാലത്തിന് വേണ്ടിയിട്ടുള്ള ഗഡറുകളാണ്. ഇത്തിക്കര പാലത്തിൻ്റെ പണി ആ പിയറിൻ്റെ വർക്ക് കംപ്ലീറ്റായി ഇങ്ങനെ ഇരിക്കുകയാണ്. വേറെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി അടുത്ത നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൊല്ലം ബൈപ്പാസിൻ്റെ വീഡിയോ ആയിരിക്കും. അത് കുറച്ച് ദിവസത്തിനോ വീഡിയോ എടുക്കുന്നതായിരിക്കും.